This is Ferrari, Lamborghini Ferrari. My God, ചെക്കൻ്റെ യോഗം അല്ലാതെ എന്താ പറയുക, എനിക്കും ഉണ്ടായിട്ടുണ്ട് ബർത്ത്ഡേ ഒക്കെ. വിൻറ്റേജ് കളക്ഷൻ എന്നാണെന്നാണ് എൻ്റെ കാർ സ്പെഷ്യലിസ്റ്റ് ഹസ്ബൻഡ് പറയുന്നത്. Can you sit there, baby? ഇത് രണ്ടും ഓൺ ചെയ്യേണ്ടി വരുമായിരിക്കും. ബാറ്ററി ഇല്ലേ, അത് ഭയങ്കര ബോർ സീനല്ലേ ആക്ച്വലി ഈ ബാറ്ററി ഇല്ലാതെ കാറൊക്കെ കൊടുക്കുന്നത്. ഓ ഇതിനകത്ത് ബാറ്ററി ഉണ്ടോ? ബാറ്ററി ഇല്ല. വാവ്, ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിലും ഞാൻ വണ്ടി ഓടിക്കുന്ന വലിയ ഗുണമൊന്നുമില്ല എന്ന് എല്ലാവരും പറയാം. സോ ദാറ്റ്സ് ദാറ്റ്. ഇത് ഡ്രസ്സാണെന്ന് തോന്നുമെങ്കിലും ഇത് ഡ്രസ്സല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. It's so heavy. It says comfort baby. I know who gave this. CG എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓ ഇത് ഡ്രസ്സാണ് കേട്ടോ. എൻ്റെ പൊന്നോ, എൻ്റെ ചെക്കൻ ഒരു ഉള്ളത്തേക്കുള്ള ഡ്രസ്സ് ഉണ്ടാകും തോന്നുന്നത്. That's a cute shorts. I love him wearing shorts. So oh no, actually നമ്മുടെ ബുള്ളറ്റിന് ഈ കളർ കടിച്ച് ഇവനെ ഈ മിലിറ്ററി പാൻസ് ഒക്കെ ഇരിക്കണം. This is from, my God, this is from Wrangler. This is from Levi's. Can you just pause it for just a second? എനിക്ക് അമ്മയോട് കാര്യം പറയട്ടെ. So this is another thing from So Cute. It's so cute. It's so cute. This is from Red Bag. The Levi's Red Tag only. My. അതെന്നൊന്ന് ഞെട്ടിച്ചോട്ടോ. അത്തന്നാള് എൻ്റെ ഫേസ്ബുക്കിൽ ഇല്ലാന്നാണ് തോന്നുന്നത്. ബട്ട് ദാറ്റ്സ് ഓക്കെ. ഞാൻ പേഴ്സണലി താങ്ക് ചെയ്യാൻ അറേഞ്ച് ചെയ്തോളാം. ഇല്ല കേട്ടോ, എല്ലാ ഗിഫ്റ്റും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബട്ട് ഞാനതൊന്ന് ഞെട്ടിപ്പോയതുകൊണ്ട് മാത്രം. എനിക്ക് അത്രയ്ക്ക് പരിചയമില്ലാത്ത ഒരാളാണ് നിന്നത്. ദിസ് ഇസ് ഗിഫ്റ്റ് for Kituni. കറക്റ്റ് ഗിഫ്റ്റ്. എങ്ങനെ ഇത് ഒപ്പിച്ചു എന്നുള്ളതാണ് ഒരു ചോദ്യം. ക്രേസി ബോയ്. ആൻഡ് ലുക്ക് അറ്റ് ദം. ഡിറ്റോ. ഇവർ ട്വിൻസ് ആണ്. അന്നുമില്ല പുറത്ത് ചാടിയതാണോ? എനിക്ക് നല്ല സംശയമുണ്ട്. പ്ലീസ് റിസീവ് യുവർ ബ്രദർ. It says Fisher Price. Okay, I know what it is. This is also a walker with xylophone. I like walker. I like xylophone with walker. Yeah. Sari ga ma pa. Okay. That's a xylophone from Fisher Price. This is a gift. Nalla bangiyulla. Toy ആണ് ഇത് ബോട്ടൽ ഗിഫ്റ്റ് ഗസ് ചെയ്യാം. ഓക്കെ, ഇതും ഒരു വാക്കർ ആയിരിക്കണം. മറ്റേ വാക്കർ ഞാൻ ഉദ്ദേശിക്കുന്നതല്ല, വാക്കർ അല്ല, നമ്മുടെ കൂടെ പിടിച്ചുകൊണ്ട് കിടക്കത്തില്ലേ. Wow, I wanted this. You know what? I wanted this. ഞാൻ ഇത് ഓൺലൈൻ ഓർഡർ ചെയ്യാൻ നിന്ന സാധനമാണ്. I wanted this. ഞാൻ ഈ വാക്കർ എന്ന് പറയുന്നില്ലേ, അതെന്താന്ന് വെച്ചാൽ I wanted to buy a walker for him. This is actually a walker. ഇതെന്താ സംഭവം ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ കുറേ ഫോറിൻ കൺട്രീസിൽ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ദിസ് ഇസ് ഫ്രം ഫൺ സ്കൂൾ ആൻഡ് താങ്ക് യു സോ മച്ച് ഹു എവർ ഗിഫ്റ്റഡ് മീ ദിസ്. ഇത്ര എക്സ്പെൻസീവ് ഗിഫ്റ്റ് ഒക്കെ തരുമ്പോൾ ഒന്ന് മെൻഷൻ ചെയ്തൂടെ പേര്. ഇതെന്താ സാധനം അറിയാവോ? എന്താ സാധനം? ഇതിങ്ങനെ പിടിച്ചോണ്ട് നടക്കാം. കണ്ടോ, ഇത് മൾട്ടി പർപ്പസ് ആണ്. ഇത് വാവയ്ക്ക് പിടിച്ചോണ്ട് നടക്കാം. ഐ നോ വാട്ട് ഇസ് ദിസ്. ഇത് ഞാൻ ഒരു ദിവസം ഒരു ഫോട്ടോ ഇടുന്ന കേട്ടോ ഇതിൻ്റെ അകത്ത് ഇതിനെ കുറിച്ച്. ദിസ് ഇസ് അമേസിംഗ് സ്റ്റഫ്. ഇത് ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു. ഇത് അസംബ്ലി ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. ഇവിടെ പിടിച്ചുകൊണ്ട് വാവയ്ക്ക് നടക്കാൻ പറ്റും. ഇവിടെ അവൻ്റെ ടോയ്സ് ഒക്കെ വെച്ചിട്ട് ആൾക്ക് ഇതും പിടിച്ചിങ്ങനെ നടക്കാൻ. ആൾ നടക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു ഇതൊരെണ്ണം വാങ്ങണമെന്ന്. ഇതും പിടിച്ച് ആൾക്ക് നടക്കാം. അപ്പോൾ ആളിപ്പോൾ സപ്പോർട്ട് ചെയ്താണ് നടക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് നടക്കാം. ഓസം, താങ്ക് യു സോ മച്ച്. ഈ സാധനം ടോട്ടലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വാങ്ങാൻ വിചാരിച്ച സാധനം. മൈ ബോയ്, can you please sit here? ഇത് this is stuffed doll. കാരണം വേറെ ഒന്നുമല്ല, വലിയ ബോക്സാണ്.
ഒരു ബോക്സ് പാമ്പേഴ്സ് കൊണ്ട് തന്നോ, വലിയ ബോക്സ് ആയിരുന്നു, അധികം ഒച്ചപ്പാടും ബഹളം ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഇങ്ങനെ ഞാനിപ്പോ ചെയ്യുന്നോണ്ടുള്ള ഉപയോഗം ആരെങ്കിലും എന്നെ ഗൂഗിളിൽ ആക്കാൻ വേണ്ടി വെറും ബോക്സ് കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അവർ നാണം കെടുന്ന സീനാണ്. I told you it's a stuffed doll കാരണം ഒച്ച ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല. So I was 200% sure this is gonna be a stuffed doll and it's so cute. Look at that. എനിക്ക് തരൂ കിട്ടുന്നി, ഞാൻ എടുത്തോട്ടെ. Thank you. ഇന്ന നീ വേണമെങ്കിൽ എടുത്തോ, നമുക്ക് ഒരുമിച്ച് കളിക്കാൻ വെച്ച്. Okay? Sorry. പിന്നെ രണ്ട് t-shirts from UCB. Somebody knows that UCB is my favorite brand when it comes to Kituni and Amal. UCB are my favorite brand and they have gifted me 2 UCB t-shirts, which is so sweet of them. And ഇതും ഞാൻ നേരത്തെ പറഞ്ഞ വോക്കർ അല്ല, മറ്റേ ഇങ്ങനെ വലിച്ചോണ്ട് നടക്കുന്ന സാധനം. എന്നിട്ട് പറയണേ, എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ പേരെന്താണ്. ഇവർ നടക്കുമ്പോൾ കൂടെ വലിച്ചത്, അപ്പോൾ ഈ കിട്ടുണി നടക്കാനാവണം, കൂടെ വലിച്ചോണ്ട് നടക്കാനല്ലേ അയക്കുന്നത്. അല്ല കേട്ടോ, ഇത് വേറെ ഒന്നാണ്. അതെ, മെറിഗോറാണ്, സെയിം സാധനം ഞാൻ പറഞ്ഞത് തന്നെയാണ്. വെൻ ഹി ഗോസ് ഇത് കൂടെ പോകും. ഇതിനൊരു വള്ളി ഉണ്ടാവും, കണ്ട ഈ വള്ളി ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ വലിച്ചോണ്ട് നടക്കും. അപ്പോൾ ഇതിങ്ങനെ കറങ്ങും, കണ്ട ഇതിങ്ങനെ കറങ്ങും, ഇങ്ങനെ പോകും. സോ ലവ്ലി. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി എനിക്ക് പണ്ട് ഈ ടോയ്സിനോട് ഭയങ്കര ക്രൈസ് ആയിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ ടോയ്സ് കടയിൽ പോകുമ്പോൾ നോക്കും. ഇത് എനിക്കറിയാവുന്ന ഒരു വളരെ സ്പെഷ്യൽ ആൾക്കാരാണ്, കടുവകളാണ് എനിക്ക് തന്നത്. കടുവയെ പിടിച്ച കിടുവയും, കിടുവയെ പിടിച്ച കടുവയും. പുലികളാണ് തന്നത്, പുലികൾ. ഡിയർ പുലികൾ എന്താണെന്ന് നോക്കട്ടെ. പുലികളുടെ പുലികൾ ചെയ്തോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, പുലികളാണ്. കാട്ടിലൊക്കെ കയറി കടുവയുടെ ഫോട്ടോ, കടുവയുടെ മുമ്പിൽ നിന്നെടുത്ത് ജീവനോടെ തിരിച്ചു വന്ന ചിലവരുടെ ഫോട്ടോ. ഇതാണിത്. ഇത് ഞാൻ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം കേട്ടോ ഇങ്ങനെയൊക്കെ കോഡ് സംസാരിക്കുന്നത്. കുറേപ്പേർക്കൊക്കെ മനസ്സിലാവും. അയ്യോ ദേ ഇത് നോക്ക് മനുഷ്യ, നിങ്ങൾക്ക് നാണമുണ്ടോ? ഒരു ചെറിയ കുട്ടിയുടെ ഗിഫ്റ്റാണിത്. മനുഷ്യനും മനുഷ്യത്തി രണ്ടുപേരും കൊള്ളാം. അവർ അറിഞ്ഞ പോലെ കാണണ്ട കേട്ടോ. ഇത് ഈ ഗിഫ്റ്റ് ട്രാപ്പ് ചെയ്ത് പറഞ്ഞ ചതിയാണ്. ജോക്കി. ഇത് 18 months എബവ് ആണ്. എൻ്റെ കിട്ടുണ്ണിക്ക് ഇപ്പം പറ്റില്ല എന്നാണ് തോന്നുന്നു. കുഴപ്പമില്ല, അവൻ ഇതൊക്കെ വെച്ച് കളിച്ചോളും. ഒന്ന് അവനെ പ്ലാൻ ചെയ്ത് അവൻ എന്തൊക്കെയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ. ജഗ 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 എന്താണിത്? ഇത് ലാസ്റ്റ് ഞാൻ കാണിച്ചാൽ മതിയോ നമ്മുടെ മറ്റേ ഗിഫ്റ്റിൻ്റെ ഒപ്പം? മതിയാവും അല്ലേ? എന്തായാലും കടുവായി പിടിച്ച കടുവകളെ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ഗിഫ്റ്റ്. പിന്നെ ക്യാമറാമാൻ പ്ലീസ് ഒന്ന് സൂം ചെയ്യും. വൺ ഓഫ് ദ മെമ്മറബിൾ ഗിഫ്റ്റ് ദാറ്റ് ഐ ഗോട്ട് ഫോർ ദിസ് ബർത്ത്ഡേ സെലിബ്രേഷൻ. ഇത് ഫെറാറി, ഹിസ്റ്ററി ഓഫ് ഫെറാറിയാണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഒരു കുഞ്ഞ് ആക്ച്വലി ബുക്ക് വായിക്കുമോ എന്നുള്ളത്. ഇതെന്ത് പൊട്ട ഗിഫ്റ്റാണെന്നൊക്കെ പലരും ആലോചിക്കുന്നുണ്ട്. ബട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. ഞാനും ആക്ച്വലി ബുക്സ് ഗിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഇതുവരെയായിട്ട് ആലോചിച്ചിട്ടില്ല. പക്ഷേ എനിക്കിത് ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുവാണ്, എല്ലാവരും ആക്ച്വലി ബുക്സ് ഗിഫ്റ്റ് ചെയ്യുന്നത് ഒരു നല്ല സ്വഭാവമാണ്. ഞങ്ങളിപ്പോൾ ഫോഴ്സ്ഡ് ആണ് കിട്ടുണ്ണിയെ റീഡിങ്ങിലോട്ട് പറഞ്ഞു വിടാൻ. ഞങ്ങൾ വലിയ റീഡിങ് ഒന്നും ചെയ്യുന്നവരല്ല. ഞങ്ങളിപ്പോൾ ഫോഴ്സ്ഡാണ് അവനെ റീഡിങ്ങിൽ ഓബ്സസ്ഡ് ആക്കാൻ. ഞങ്ങൾ ഫോഴ്സ്ഡാണ്. പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ ട്രഷർ ചെയ്യാൻ പറ്റിയ ഗിഫ്റ്റാണ്. ഞാനിത് എടുത്ത് വെക്കും, ഫോർ ഷുവർ ഞാനിത് എടുത്ത് വെച്ചിരിക്കും. വർഷങ്ങൾ കഴിഞ്ഞ് അവനത് വായിക്കാനൊക്കെ ആവുമെന്ന് എനിക്ക് തോന്നുമ്പോൾ ഐ ഗിവ് ഇറ്റ് ടു ഹിം. അതിന് മുമ്പ് ഞാനിതൊന്ന് വായിക്കും, എൻ്റെ കെട്ടിയെഴുത് വായിക്കും, ഞങ്ങളെല്ലാം വായിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഗിഫ്റ്റ്. ഇതുപോലെ തന്നെ ഇത് ഞാൻ വേറൊരു ഗിഫ്റ്റും എൻ്റെ കൂടെ തന്നെ കാണിക്കാം. ലുക്ക് അറ്റ് ദിസ്. ഫസ്റ്റ് തോട്ട് വാസ് ആരെങ്കിലും ഖസാക്കിൻ്റെ ഇതിഹാസം ഒരു വയസ്സുള്ള കുട്ടിക്ക് കൊടുക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് പേജ് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഐ വാസ് ലെഫ്റ്റ് വിത്ത് നോ വേർഡ്സ് എന്ന് പറയാം. കിട്ടുണ്ണി വളർന്ന് ഒരിക്കൽ ഖസാക്കിൽ പോകണം. കിട്ടുണ്ണിയുടെ 1ാം പിറന്നാളിന് ഇത് തന്ന 2 പേര്.
അടിപൊളി, വേറൊന്നും പറയല്ല, അടിപൊളി. ഇത്ര മനോഹരമായ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് എൻ്റെ തോട്ട്സിൽ പോലും വരാത്ത ഗിഫ്റ്റ്. ബട്ട് ഓസം, ഒന്നും പറയാനില്ല. അപ്സ്റ്റേഴ്സ് ഉള്ള ആരോ അദ്ദേഹം തന്നെ തന്നതാണ്. ആദ്യത്തെ ഖസാക്കിന്റെ ഇതിഹാസം തന്ന സുഹൃത്ത് തന്നെ തന്നതാണ് ഉണ്ണിക്കുട്ടന്റെ ലോകം. അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് കിറ്റുണ്ണി ലോകം ഒരു വലിയ ഉണ്ടയാണ്, അതിന്റെ മുകളിലൂടെ നടക്കണം, ഓടണം, പറക്കണം. കിറ്റുണ്ണിയുടെ 1ാം പിറന്നാളിന് സന്തോഷം, വളരെയധികം സന്തോഷം. ഈ ഗിഫ്റ്റ് എന്നത് മീനിങ് ഫുൾ ഗിഫ്റ്റ്. അതുപോലെയാണ് എൻ്റെ ഫെറാറി. സൂപ്പർ. ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ പറ്റുന്നുണ്ടല്ലോ എനിക്ക്. ആക്ച്വലി ഈ ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ ഗിഫ്റ്റ് ഐഡിയാസ് ഒക്കെ വന്നത്. ഞാനും ഇൻ ഫ്യൂച്ചർ ഇതുപോലെ ഗിഫ്റ്റ് ചെയ്യും. അത് മാത്രമല്ല ബുക്ക് ഷെൽഫ് വെക്കണം തീരുമാനിച്ചു. കാരണം എനിക്കില്ലാത്തൊരു ശീലമാണ് ഈ ബുക്സ് വായിക്കുന്നത്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്സ് കാണുമ്പോൾ വായിക്കും. ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നില്ല 500 ബുക്സ് ഒന്നും വായിക്കുന്നത്, പല വാൽറമേ പറ്റിയിട്ട് വായിക്കാൻ കേട്ടോ. ഇല്ല, കുറച്ചൊക്കെ വായിക്കും. അടുത്തത് കാർ അല്ലേ? പക്ഷെ ഞാനിത് നേരത്തെ പിടിച്ചു. കാരണം ഇതിനകത്ത് ചിലപ്പോൾ റിമോട്ടിൻ്റെ ആയിരിക്കുമല്ലേ ആ ഒരു ടാഗ്. അത് കാരണം മുകളിലുള്ള ദിസ് ഇസ് എ കാർ, എ ഹ്യൂജ് കാർ. കുറേ കാർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബോയ് ആകുമ്പോൾ കാറ് ഒബ്വിയസ് ആണ്. യെല്ലോ കാർ കിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഡ്രൈവ് ചെയ്യും കേട്ടോ. കേട്ട് കഴിഞ്ഞാൽ വലിയ വലിയ ലീഗൽ പ്രശ്നങ്ങളാണ്. നിങ്ങളതൊന്നും പുറത്തു പറയല്ലേ നമ്മളെ. എൻ്റെ പൊന്നു എന്തോരം ഗിഫ്റ്റുകളാണ്. ഇതൊന്ന് എൻ്റെ റൂമൊന്ന് കാണിച്ചു കൊടുക്കും. ഓസാണ്. ഇത് ഞാൻ നട്ടപ്പാതിലേക്ക് ചെയ്തതാണ്. ഇത് എൻ്റെ ഒരു കുഞ്ഞ് അനിയത്തിക്കുട്ടി തന്നതാണ്. അവൾ കൊണ്ടുവന്നത് അനിയൻകുട്ടൻ്റെ കയ്യിൽ അനിയത്തിക്കുട്ടി കൊടുത്തയച്ചാണ്. ഇത് ഒരു പ്രാവശ്യം കിട്ടുണ്ണി കൊണ്ട് ഞാൻ ഇടിപ്പിച്ചു. സോറി, കിട്ടുണ്ണിട്ട് ഇത് അഴുക്കായി, എന്നാലും ഞാൻ ഇതെടുത്ത് വെച്ചാണ്. താങ്ക് യു അനിയത്തിക്കുട്ടി ഫോർ ദിസ് lovely cute dress. Yes, yeah, എന്താന്ന് എനിക്ക് yes ചെയ്യാം. Sorry, car. You're right, Amal. It's a car. കണ്ടോ, ഞാനത് ഉറപ്പിച്ചു കാറാണെന്ന്. സ്റ്റിമുലേഷൻ ഓട്ടോയോ അല്ല, സിമുലേഷൻ ഓട്ടോയോ. ഡിസൈൻ ഓഫ് എ കാർ ബോഡി, വേരിയസ് ഫങ്ഷൻസ് ഫോർ യുവർ ചോയ്സ്. So that's another remote control car, and I know it looks class. Doors ഒക്കെ ഓപ്പൺ ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്, എന്നാണ് അമൽ പറയുന്നത്. This is Hungry Bird. New super car Hungry Bird. I think എൻ്റെ ആംഗ്രി ബേർഡുമായിട്ട് എന്താ ബന്ധമുണ്ട് തോന്നുന്നു. കറിക്ക് ഡോർ ഓപ്പൺ ആയി ആംഗ്രി ബേർഡ്സ് വല്ലതും വരുമോ ചാടി പുറത്ത്? അറിയില്ല കേട്ടോ, നോക്കാം. റിമോട്ട് കാറാണ്. നമുക്ക് അവസാനം ഇത് റിമോട്ട് കാർ വർക്ക് ചെയ്യിപ്പിക്കാം. ഇറ്റ് സേസ് ലൈറ്റ് മ്യൂസിക് ഫുൾ ഫങ്ഷൻ. ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, അവസാനം നോക്കാം. ഫോർവേഡ്, ടേൺ ലെഫ്റ്റ്, 3D ലൈറ്റ്, ബാക്ക്വേർഡ്, ടേൺ റൈറ്റ്, മ്യൂസിക്. കിറ്റുണ്ണി അറ്റാക്ക്. ഇത് ഡ്രസ്സായിരിക്കണേ, പക്ഷെ ഇത് നീല കളറുടെ എനിക്ക് ഡ്രസ്സായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ഗിഫ്റ്റ് മിസ്സിംഗ് ആയിരിക്കും. അതൊരു ബിൽഡിംഗ് സെറ്റ് ആണ്. ഒരു പിങ്ക് കളറിലെ ബിൽഡിംഗ് സെറ്റ്, ഒരു കവറിൻ്റെ അകത്ത്. വിഷമിക്കരുത്, ആ ഗിഫ്റ്റ് ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞു, അതുകൊണ്ടാണ് ഇവിടെ കാണിക്കാൻ പറ്റാത്തത്. അതെൻ്റെ വീട്ടിൽ അങ്ങോട്ട് ഉപയോഗിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ നോക്കട്ടെ അതെനിക്ക് ഇനി കൊണ്ടുവന്നത് വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റുമെന്ന്. ലേറ്റർ പറ്റുമെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ മനസ്സിലാക്കിയോ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആദ്യം ഞാൻ എടുത്ത ഗിഫ്റ്റ് അതാണ്. ഇതൊരു ലേറ്റ് ഗിഫ്റ്റാണ്. ദിസ് ഇസ് ABCDEFG. എനിക്ക് അക്ഷര വിദ്യാഭ്യാസം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയില്ല, എൻ്റെ കുട്ടിക്ക് ഇതിൻ്റെ സമയമായില്ല. പക്ഷേ ഇത് കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോൾ ആൾക്ക് പഠിക്കാനാണ്. A4 ആപ്പ്. പ്രോബബ്ലി ഇത് തുറക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പോൾ തുറക്കുന്നില്ല, കാരണം കിട്ടുണ്ണി ഇതിനായിട്ടില്ല. ഇപ്പോൾ ഞാനിത് സൂക്ഷിച്ചു വെക്കട്ടെ. തുറക്കണ്ടല്ലോ, ഗ്രേറ്റ്. അപ്പോൾ ഞാൻ തുറക്കുന്നില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ചെയ്ത് നമുക്ക് തുറക്കാം. ഞാൻ അതിൻ്റെ അത് ഗസ് ചെയ്തത് ഇപ്പോൾ ഡ്രസ്സായിരുന്നില്ല. ഇത് ഓക്കെ, എനിക്കറിയാം. ഇത് അത് ഞങ്ങൾക്കും അവനും മനസ്സിലായിട്ടുണ്ട്. ഒന്നുമില്ല, കേട്ടില്ല. കല്യാണത്തിന്റെ സാക്ഷി നമ്മമാണ്. യെസ്, ഞങ്ങൾ ഓടിപ്പോയി കിട്ടിയവരാണ്. അപ്പം ആ കല്യാണത്തിന് സാക്ഷി തന്നതാണ്. സാക്ഷി, സാക്ഷിക്ക് എന്താ കൊമ്പുണ്ടോ? ഈ സാക്ഷിക്ക് കൊമ്പുമല്ല,
നമുക്ക് ഇവൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതിനകത്ത് ബാറ്ററി ഉണ്ടോ? No. Wow! Kidney awesome! എന്റെ സൗണ്ട് എത്ര വൃത്തികെട്ടതാണ് പൂച്ച. പൂച്ചയ്ക്ക് ഒരു മനസ്സിലാവില്ല. മനുഷ്യ ഇടിവിട്ട് സാധനമുണ്ടോ? ടോക്കിംഗ് ടോം, ആപ്പിലുള്ള ടോക്കിംഗ് ടോം അങ്ങനെ തന്നെ ഇറങ്ങി വന്നിരിക്കുകയാണ് ഫോർ മൈ കിട്ടുണി. ഞാനത് ഓഫ് ചെയ്തു. അവൻ എന്നെ വളരെ ഡിസൈഡ് ചെയ്യുന്നുണ്ട് സൗണ്ട്. മൈ ഗോഡ്, ദിസ് ഇസ് അനദർ സ്റ്റഫ് ഡോൾ. ഇത് തന്നാള് ഐ നോ വാള് വെച്ച് നമ്മുടെ ഹോളൊക്കെ നശിപ്പിച്ച ഒരു മാഡം തന്നതാണ് ഗിഫ്റ്റ്. മാഡം, ഫോർ യുവർ വാൾ, ഡെഡിക്കേറ്റഡ് ടു യുവർ വാൾ. പിന്നെ ഇതുപോലെ ഒരു ബ്ലൂ ടെഡി ബെയർ തന്നിരുന്ന ഒരാള്. ആ ടെഡി ബെയർ ഞാൻ വീട്ടിൽ വെച്ചേക്കണം. എൻ്റെ വീട്ടിൽ 2-3 ഗിഫ്റ്റ് ഞാൻ വെച്ചു, വേറെ ഒന്നും കൊണ്ടല്ല. അവിടെയും വാവ ചിലപ്പോൾ കളിക്കണം. അപ്പം വാവ അതാ വാൾ ചേച്ചിക്കുള്ളത്. ചേച്ചി വീഡിയോ ഉണ്ട്, മിസ് ചെയ്യാനുള്ള. ഞാൻ വീഡിയോ ഉണ്ട്, അത് മിക്സ് ചെയ്തോളാം അതിൻ്റെ കൂടെ. What gift is this, Kidney? It says cups and chicks. It's Thomas Train, അല്ലേ? തോമസ് അല്ല, വേറെ ഏതൊരു ചേട്ടനാണ് തോമസ് ട്രെയിൻ കൊടുക്കും. I don't know whether it's battery operated. Is it battery operated, അമ്മ? ആണ് തോന്നുന്നു അല്ലേ? ബാറ്ററി ഓപ്പറേറ്റർ ആണ്. ഞാൻ പിന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലല്ല, ബാറ്ററി ഓപ്പറേറ്റർ അല്ല. ബാറ്ററി ഓപ്പറേറ്റർ അല്ല. നോ പ്രോബ്ലം. ബാറ്ററി ഓപ്പറേറ്റർ വേണമെന്നില്ല. കിട്ടി കളിക്കാം. ഇത് ഞാൻ തുറക്കുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ബാറ്ററി ഓപ്പറേറ്റഡ്. ഇറ്റ്സ് എ ട്രാക്ക്. JCB ആണോ? JCB ആണോ അല്ലേ? ഇറ്റ്സ് എ ക്രെയിൻ. JCB ഉണ്ടായിരുന്നു അല്ലേ ഓൾറെഡി? ഓ നോ, ഇതാ പ്ലീസ്. JCB ഉണ്ടാകുന്ന ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ JCB എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു ഡ്രസ്സായിരിക്കും. ക്യൂട്ട് ലിറ്റിൽ റോംബർ. എൻ്റെ കിട്ടുണി ഇതിനകത്ത് ഫിറ്റ് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ഡൊണാൾഡ് ഡക്കാണ്. സോ ക്യൂട്ട്. ഒരു റോംബർ ഫോർ മൈ ക്യൂട്ട്